എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ 2026 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്മ പുരസ്കാരങ്ങളെക്കുറിച്ചും ഈ വർഷത്തെ പ്രധാന വിജയികളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് സ്റ്റാർട്ട്. രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മ അവാർഡുകൾ 3 വിഭാഗങ്ങളിലായാണ് നൽകുന്നത്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിവയാണ് ഈ അവാർഡുകൾ. കല, സാമൂഹിക പ്രവർത്തനം, പൊതുകാര്യങ്ങൾ, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, വ്യാപാരം, വ്യവസായം, വൈദ്യശാസ്ത്രം, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, സിവിൽ സർവീസ് തുടങ്ങിയ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കാണ് അവാർഡുകൾ നൽകുന്നത്. അസാധാരണവും വിശിഷ്ടവുമായ സേവനത്തിന് പത്മവിഭൂഷൺ നൽകുന്നു. ഉന്നതമായ വിശിഷ്ട സേവനത്തിന് പത്മഭൂഷണാണ് നൽകുന്നത്. ഏതു മേഖലയിലെയും വിശിഷ്ട സേവനത്തിന് പത്മശ്രീ എന്നിവ നൽകുന്നു. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ആചാരപരമായ ചടങ്ങുകളിൽ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഈ അവാർഡുകൾ നൽകുന്നത്. 2026 131 പത്മ അവാർഡുകൾ നൽകാനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇതിൽ 2 ഡുവോ അവാർഡുകൾ അഥവാ 2 പേർ ചേർന്ന് സ്വീകരിക്കേണ്ട അവാർഡുകൾ ഉൾപ്പെടുന്നു. ഡുവോ അവാർഡുകൾ ഒറ്റ അവാർഡായാണ് കണക്കാക്കുന്നത്. ഈ വർഷത്തെ പത്മ പുരസ്കാര പട്ടികയിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. വിദേശികൾ, NRI, PIO, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, OCI, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നീ വിഭാഗത്തിൽ നിന്നുള്ള 6 പേരും മരണാനന്തര അവാർഡ് ജേതാക്കളായ 16 പേരും പട്ടികയിൽ ഉൾപ്പെടുന്നു. 8 മലയാളികൾ ഈ വർഷത്തെ പത്മ പുരസ്കാര പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. പത്മവിഭൂഷൺ രാജ്യത്തെ രണ്ടാമത്തെ സിവിലിയൻ പുരസ്കാരമാണ് പത്മവിഭൂഷൺ. 2026 വർഷത്തെ പത്മവിഭൂഷൺ പട്ടികയിൽ 5 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 3 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. 2 പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മവിഭൂഷൺ നൽകുന്നത്. ജേതാക്കൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. കലാവിഭാഗത്തിൽ ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ഡിയോളിന് മരണാനന്തര ബഹുമതിയായാണ് പത്മവിഭൂഷൺ. അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്. പ്രശസ്ത ഹിന്ദി ചലച്ചിത്ര നടനായ ശ്രീ ധർമ്മേന്ദ്ര 2025 അന്തരിച്ചത്. ഷോലെ, പൂൽ ഓർ പത്തർ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ പ്രശസ്തനാണ് ശ്രീ ധർമ്മേന്ദ്ര. മലയാളിയായ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ശ്രീ KT തോമസിന് പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിനാണ് ഈ വർഷത്തെ പത്മവിഭൂഷൺ ലഭിച്ചത്. നിലവിൽ സംസ്ഥാന നിയമപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാണ് ശ്രീ KT തോമസ്. 2007 പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്. പ്രമുഖ ഹിന്ദുസ്ഥാനി വയലിൻ കലാകാരിയായ ശ്രീമതി ഡോക്ടർ N രാജത്തിന് കലാവിഭാഗത്തിലാണ് ഈ വർഷത്തെ പത്മവിഭൂഷൺ ലഭിച്ചത്. പാടുന്ന വയലിൻ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. 13-ാം വയസ്സിൽ MS സുബ്ബലക്ഷ്മിയോടൊപ്പം വേദി പങ്കിട്ട് സദസ്സിനെ വിസ്മയിപ്പിച്ച രാജത്തിന് ഭൈരവി രാജം എന്ന വിളിപ്പേരുമുണ്ട്. ഗായകി ആംഗ് ശൈലി ശ്രീമതി രാജത്തിൻ്റെ സംഭാവനയാണ്. 1984 പത്മശ്രീ, 2004 പത്മഭൂഷൺ എന്നീ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ഇവർക്ക്. മലയാളിയായ മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ P നാരായണന് പത്മവിഭൂഷൺ ലഭിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന RSS പ്രവർത്തകരിൽ ഒരാളാണ് P നാരായണൻ. ജന്മഭൂമി പത്രത്തിൻ്റെ സഹസ്ഥാപകനും മുഖ്യ പത്രാധിപരുമായിരുന്നു. മരണാനന്തര ബഹുമതിയായി മുൻ കേരള മുഖ്യമന്ത്രി വേലിക്കത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ ലഭിച്ചു. എന്നാൽ പത്മ പുരസ്കാരങ്ങൾ സ്വീകരിക്കേണ്ടതില്ലെന്നാണ് CPMൻ്റെ പ്രഖ്യാപിത നയമാണ്. അതുകൊണ്ട് പത്മവിഭൂഷൺ സ്വീകരിക്കില്ലെന്ന് ശ്രീ VS അച്യുതാനന്ദൻ്റെ കുടുംബം സൂചന നൽകിയിട്ടുണ്ട്. 2006 മുതൽ 2011 വരെയുള്ള കാലയളവിലാണ് VS കേരള മുഖ്യമന്ത്രിയായിരുന്നത്. മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഇദ്ദേഹം. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2025 ജൂലൈ 21 മരണമടഞ്ഞത്. അടുത്തത് പത്മഭൂഷൺ പുരസ്കാരങ്ങളാണ്. ഭാരതരത്നം, പത്മവിഭൂഷൺ എന്നിവ കഴിഞ്ഞാൽ ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് പത്മഭൂഷൺ. 1954 ഈ പുരസ്കാരം സ്ഥാപിതമായത്. 13 പത്മഭൂഷൺ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ജേതാക്കളെക്കുറിച്ച് നോക്കാം നമുക്ക്. ഈ വർഷം കലാവിഭാഗത്തിൽ പത്മഭൂഷൺ ലഭിച്ചത് പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി അൽക്ക യാഗ്നിക്, മലയാള സിനിമയുടെ ഇതിഹാസ നടൻ ശ്രീ മമ്മൂട്ടി, മരണാനന്തര ബഹുമതിയായി ഇന്ത്യൻ പരസ്യരംഗത്തെ ഇതിഹാസമായ ശ്രീ പീയൂഷ് പാണ്ഡെ, അവധാന എന്ന പുരാതന കലാരൂപത്തിലെ പ്രമുഖിയും ബഹുഭാഷാ പണ്ഡിതനുമായ ശ്രീ ശതവധാനി R ഗണേഷ് എന്നിവർക്കാണ് ലഭിച്ചത്.
പൊതുകാര്യങ്ങൾ വിഭാഗത്തിൽ പത്മഭൂഷൺ മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ശ്രീ ഭഗത് സിംഗ് കോശ്യാരി, മരണാനന്തര ബഹുമതിയായി മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും മുതിർന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച (JMM) നേതാവുമായ ഷിബു സോറൻ, മരണാനന്തര ബഹുമതിയായി പൊതുകാര്യങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള സംഭാവനകൾ പരിഗണിച്ച് ശ്രീ VK മൽഹോത്ര, SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ജനറൽ സെക്രട്ടറി പദവിയിൽ 30 വർഷമായി തുടരുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്കാണ് ലഭിച്ചത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ കമ്മിറ്റി രാഷ്ട്രപതിയെ സമീപിച്ചിട്ടുണ്ട്. മെഡിസിൻ വിഭാഗത്തിൽ പത്മഭൂഷൺ പ്രമുഖ ഇന്ത്യൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്, മെഡിക്കൽ അക്കാഡമീഷ്യൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ശ്രീ കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി എന്ന KR പളനിസ്വാമി, പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് അഥവാ ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ നോറി ദാത്തത്രേയുഡു എന്നിവർക്കാണ് ലഭിച്ചത്. ഇന്ത്യൻ വ്യവസായിയും SKM ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്ഥാപകനുമായ ശ്രീ SKM മെയിലാനന്ദന് സാമൂഹിക സേവന മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. വ്യാപാരവും വ്യവസായവും വിഭാഗത്തിൽ സാമ്പത്തിക മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് 2026-ൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്ഥാപകനും CEOയുമായ ഉദയ് കോട്ടക്കിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ടെന്നീസ് ഇതിഹാസം വിജയ് അമൃതരാജിന് 2026-ലെ പത്മഭൂഷൺ പുരസ്കാരം. ഈ വർഷം പത്മഭൂഷൺ നേടിയ ഏക കായിക താരമാണ് വിജയ് അമൃതരാജ്. പത്മശ്രീ പുരസ്കാരങ്ങളെക്കുറിച്ച് നോക്കാം. 2026 വർഷം 113 പേർക്കാണ് പത്മശ്രീ അവാർഡിന് അർഹരായിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ഈ വർഷം പത്മശ്രീ പുരസ്കാരത്തിന് 3 പേരാണ് അർഹരായത്. ജേതാക്കളെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ശ്രീ AE മുത്തുനായകം പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായി. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികച്ച സംഭാവനകൾക്കാണ് പുരസ്കാരം. ISROയിലെ പ്രൊപ്പൽഷൻ ടെക്നോളജിക്ക് നൽകിയ സംഭാവനകളാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇന്ത്യയുടെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു. കലാവിഭാഗത്തിൽ ശ്രീമതി കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീ ലഭിച്ചു. പ്രശസ്ത മോഹിനിയാട്ടം കലാകാരിയും ഗുരുവുമാണ് കലാമണ്ഡലം വിമല മേനോൻ. ശാസ്ത്രീയ നൃത്തങ്ങളുടെ പ്രചാരണത്തിനും പുനരുജ്ജീവനത്തിനും നൽകിയ സംഭാവനകൾക്കാണ് അംഗീകാരം. ആലപ്പുഴ സ്വദേശിനിയായ പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കൽ ദേവകി അമ്മയ്ക്ക് 2026-ലെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഇന്ത്യയുടെ നാരീശക്തി പുരസ്കാര ജേതാവ് കൂടിയാണ് ദേവകി അമ്മ. 44 വർഷമായി 5 ഏക്കർ തരിശുഭൂമിയിൽ തപസ്വനം എന്ന പേരിൽ മനുഷ്യനിർമ്മിത വനം അഥവാ മാൻമെയ്ഡ് ഫോറസ്റ്റ് ഉണ്ടാക്കി. അപൂർവ ഔഷധ സസ്യങ്ങളും വനങ്ങളും സംരക്ഷിച്ചതിനുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം. ഈ മഹത്തായ പ്രവർത്തനത്തിന് അൺസാങ് ഹീറോസ് വിഭാഗത്തിലാണ് പുരസ്കാരം നേടിയത്. പത്മ പുരസ്കാരങ്ങളുടെ മുഴുവൻ ലിസ്റ്റ് സൂക്കോ PSC ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. കൂടാതെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. 2026 വർഷത്തെ പത്മ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.